ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസിനെല്ലാം നല്ല സപ്പോർട്ടാണ് എല്ലാവരും തന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ പച്ചമുന്തിരിങ്ങ കൊണ്ട് നല്ലൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് മുന്തിരിങ്ങ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് അച്ചാറുണ്ടാക്കി എങ്ങനെ ഇരിക്കുമെന്നൊന്നും പരിചയപ്പെടുത്തി തരാം. അതിനുവേണ്ടി 1 കിലോ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചെടുത്ത് അച്ചാറെടുക്കുവാണ്. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഉപ്പും മഞ്ഞപ്പൊടിയെല്ലാം ഇട്ട് നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ കീടനാശിനിയെല്ലാം ഒന്ന് കളഞ്ഞ് കഴുകിയെടുക്കാം. മുന്തിരിങ്ങ എല്ലാം 2ആയിട്ട് പൊളന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഏത് തരത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. നീളത്തിൽ കട്ട് ചെയ്യാം, കുറുകെ വേണമെങ്കിലും കട്ട് ചെയ്യാം. എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടുന്ന ചേരുവകളാണ്: മുളക് പൊടി, ഉലുവാപ്പൊടി, കായം, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് തയ്യാറാക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് പൊടിവകകളെല്ലാം കൂടെ ഒന്നിട്ട് വഴറ്റിയെടുക്കാം. ഓയിൽ ഏതായാലും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുന്തിരിങ്ങ എല്ലാ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചോറ് കൊണ്ടുപോകാനും സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ ഇച്ചിരി അച്ചാർ കൊടുത്ത് വിടണമെന്നുണ്ടെങ്കിൽ നല്ല ഇത് ഫ്രൂട്ട്സിൻ്റെ അച്ചാറൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഇനി പുളി വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇച്ചിരി വിനാഗിരി ഒഴിക്കാം. അതെല്ലാം മുന്തിരിങ്ങയിലെ പുളി മാത്രം മതിയെങ്കിൽ ഒന്നും ചേർക്കണ്ട. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ എണ്ണ തന്നെ ചേർക്കണം, വെള്ളമൊന്നും ഒഴിക്കരുത്. അപ്പോൾ എല്ലാം ഒന്ന് വരണ്ട പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മളിനി തീ ഓഫ് ചെയ്യുവാണ്. തീ ഓഫ് ചെയ്തിട്ട് ആ ചെറിയ ചൂടോടാണ് നമ്മൾ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നത്. കാരണം വെന്ത് പോകരുത് മുന്തിരിങ്ങ. നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം വരണ്ടിരിക്കുവാണ്. ഇത്തിരി കൂടെ കഴിയുമ്പോൾ ഇതിനകത്ത് ജലാംശമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ അച്ചാർ 1 മിനിറ്റ് കൊണ്ടൊരു അച്ചാർ റെഡിയായി. കണ്ടില്ലേ? വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു അച്ചാറാണ്. ഇതുവരെ ആരും കഴിച്ചിട്ടില്ലെങ്കിൽ ആക്കി നോക്കുക. ഉണ്ടോ? നല്ല അടിപൊളി മുന്തിരിങ്ങ അച്ചാർ റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.